എന്താണ് റോബി? I am tired, Doc. അകത്ത് വരൂ. അകത്ത് വരൂ. ഇല്ല ഡോക്ടർ, എല്ലാം എനിക്ക് മതിയായി. ജീവിതവും മരണവും തമ്മിലുള്ള ഈ ഞാണിന്മേൽ കളിക്ക് ഇനി ഞാനില്ല. എന്തുണ്ടായി? ഒരു നിമിഷം പോലും ജീവിക്കാൻ കൊള്ളാത്തതാണ് ഈ ലോകം. മരിക്കുമെന്ന് മോഹിപ്പിച്ചിട്ട് എന്തിനെന്നെ കൊല്ലാക്കൊല്ല ചെയ്യുന്നു? പ്ലീസ് ഡോക്ടർ, ഞാൻ ഡോക്ടറിന്റെ കാല് പിടിക്കാം. Can't you see? I can't take it anymore. I can't take it anymore, Doc. എത്രയും വേഗം ഈ ജീവിതം അവസാനിപ്പിച്ചു തരൂ. Please, Doc. Relax. Come on. അകത്തേക്ക് വരൂ. No! I'm not going in there again. You're going to get into my mind and start playing with it, Doc. If you really want to help me, then help me die. റോബി എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ അസുഖം മാറാൻ ഒരു വഴിയുമില്ല എന്ന് ചോദിച്ച അതേ റോബി ഇപ്പൊ റോബിയുടെ കഥ തീർന്നു ഡോക്ടർ. കുട്ടിക്കാലത്ത് ഓർമ്മകളിൽ ജീവിച്ച റോബി സ്കൂളും പാടവും മഴക്കാലങ്ങളുമെല്ലാം മധുര സ്പന്ദങ്ങളായി കൊണ്ടു നടന്ന റോബി ആ ഓർമ്മകൾ ഇനിയില്ല. ഓർക്കാൻ ശ്രമിച്ചാൽ തന്നെ ഇനി ആദ്യം മുമ്പിൽ വരുന്നത് എന്നെ പറഞ്ഞു ചതച്ച ഒരാളുടെ മുഖമായിരിക്കും. ആരുടെ? വന്ദനയുടെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല റോബി. Wow, Doc. The wonderful games as you play with people's mind. റേച്ചലാണ് സത്യം പറഞ്ഞത്. അവളും പോയി. ഇവിടെ മുഴുവൻ ഇപ്പോ മരണത്തിന്റെ മണമാണ് ഡോക്ടർ. ഡോക്ടർക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അത് മാത്രം പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ചുവരിൽ തല തല്ലി ഞാൻ ചാവും. ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത് റോബി. What is the point? Why do you want me to wait? Why do you want me to wait? Why do you want to prolong the pain, doctor? Please, വേദനയില്ലാത്തൊരു മരണം എനിക്ക് തരൂ. Please. Please don't. I understand your feelings. Yes. I will do something. Sure. I will do something. റോബിയുടെ കുട്ടിക്കാലത്തെ കൂട്ടുകാരെ മാളുവിനോടുള്ള ഇഷ്ടം കണ്ടപ്പോ ആ മാളു ഞാനായിരുന്നെങ്കിലെന്ന് മോഹിച്ചതാണ്.
തെറ്റ് ചെയ്തെന്ന് തോന്നുന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കും. പ്ലീസ്. കാര്യങ്ങൾ ഇനിയും ആരോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞൻ മനോരോഗിയായി പോവച്ചോ. കുമ്പസാരമാവുമ്പോൾ സത്യം വെളിയിലാവുകയില്ലല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എന്തുമാത്രം അത്യാഹിതങ്ങളിലാണ് ചെന്ന് പെട്ടതെന്ന് അറിയാമോ? റേച്ചലിന്റെ മരണം റോബിയിൽ മരണഭയം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതി. അവനെ അതിന് സാക്ഷിയാക്കിയത് അതുകൊണ്ടായിരുന്നു. റേച്ചലിന്റെ മരണം അത് ഉറപ്പായിരുന്നു. അവളുടെ അപ്പച്ചനും അമ്മച്ചിക്കും എനിക്കും അത് അറിയാമായിരുന്നു. അതുവരെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് കരുതി അവളോട് മാത്രം ഞങ്ങളത് പറഞ്ഞില്ല. എങ്കിൽ പിന്നെ റോബിയോടും അങ്ങനെ പറയാതിരിക്കാമായിരുന്നില്ലേ? യെസ്, അത് ഞാൻ പറയാം. ആത്മഹത്യ ചെയ്യാൻ കടലിൽ ചാടിയ ആളും അവസാന ശ്വാസത്തിന് വേണ്ടി മേലോട്ട് പൊങ്ങി വരും. അതുകൊണ്ടാ റോബി മരണപ്പെടാൻ പോവുകയാണെന്ന് ഞാൻ നുണ പറഞ്ഞത്. അതെന്റെ ചികിത്സയുടെ ഒരു ഭാഗമായിരുന്നു അച്ചോ. അവന് ഒരു രോഗവുമില്ല. ഇനി അവൻ ആത്മഹത്യ ചെയ്യാനും പോകുന്നില്ല. കാരണം ജീവിതത്തിന്റെ വില ഇപ്പൊ അവന് ശരിക്കും മനസ്സിലായി. പള്ളിക്കൊരു സംഭാവന തന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം കുറെ നാളായി എന്നെ വേട്ടയാടാൻ തുടങ്ങിയിട്ട്. അതെയോ? മാനസ് കുമാറിന്റെയും മെൻഡൽ ജാക്സന്റെയും തിമോത്തി പോങ്ങിന്റെയും പുസ്തകങ്ങളാ. എന്ന് വെച്ചാൽ പല പല തൂലികാ നാമങ്ങളിൽ ഞാൻ തന്നെ എഴുതിയത്. സബ്ജക്റ്റ് കുറച്ച് ടഫാണ്. വായിച്ചാൽ മനസ്സിലാവുമെങ്കിൽ അച്ഛനും വായിച്ചോളൂ. ക്ഷമിക്കണം അച്ഛൻ, ആളുകൾ വെയിറ്റ് ചെയ്യുന്നു. കാണാം. I have absolutely no problem. Take out your way of living. You played a wonderful game in the name of medical treatment. That's how some doctors are. Anyway, I've got to go. Bye. ഡോക്ടർ, ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ കുമ്പസാര രഹസ്യമാവുമ്പോ ആ, അത് റോബിയോട് ഞാൻ അതെ, കുമ്പസാര രഹസ്യങ്ങൾ പുറത്തു പറയാൻ പാടില്ലെന്ന് അച്ഛനെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ റോബിയോടെ കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ട ആളിനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് വെച്ചോളൂ. വരട്ടെ അച്ഛൻ. യെസ്. ഞാൻ വന്ദന. ഡോക്ടർ മാഡി പറഞ്ഞിട്ട് വന്നതാ. ഓ യെസ് യെസ്, വന്ദന വരുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. കമോൺ ഇൻ, റോബി ബാക്ക് യാർഡിലുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ഒന്ന് വന്ന് കണ്ടോട്ടെ.